ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോ നമുക്ക് കണ്ടോക്കാം. എന്തിനാണ് അക്ബർ എന്റെ ബിഗ് ബോസ് താരങ്ങളെ അനുകരിക്കുന്നു മഹേഷ്. നടക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ തുടരുത്, എന്നെ ഒന്നും വിളിക്കരുത്. എന്താ അനീഷേട്ടാ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഒന്ന് പോടാവുന്ന ഒരു കാര്യമില്ലാതെ വർത്താനൊന്നും പറയില്ലേ ഞാൻ അനീഷേട്ടാ. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. സുപ്രഭാതം ബിഗ് ബോസ്. ഹലോ നെവിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ട. എല്ലാവരും നെവിന് കറക്റ്റ്, നെവിന് സെറ്റിടാ. മാത്രമല്ല ഈ ആർട്ടിഫിഷ്യൽ കൂളേഴ്സ് ഉണ്ടല്ലോ, ഇരുന്നാലും കരയും കിടന്നാലും കരയും, കരഞ്ഞോണ്ടേ ഇരിക്കുക. കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ. മാത്രമല്ല പെരുന്നാളിന് അറക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലേട്ടാ. എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാബുമാനെ കാണാനില്ല. ലാലേട്ടാ ഒരുപാട് എല്ലാവരും സാബുമോൻ കറക്റ്റ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ലാലേട്ടാ. ക്യാപ്റ്റൻ ആയ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയോ എന്നൊരു ഡൗട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാലോ ചേട്ടാ, അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഒരു ക്ലാരിറ്റി എൻ്റെ ആയിട്ടുള്ള ചേട്ടാ. അപ്പോൾ ആണെങ്കിൽ എപ്പോഴും പറയില്ല ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ചേട്ടാ. ഷാനവാസ്, ഇപ്പൊ കളിയൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? കളിയൊക്കെ സീക്രട്ട് ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല മോനെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഇയാൾ എന്താണിത്? എന്ത് ചോദിച്ചാൽ അക്ബർ അല്ല അക്ബർ ഖാൻ. ഷാനവാസ് എന്താണിത്? ഇത്രയും നാള് കൂടെ നടന്നിട്ട് ഇവരുടെ പേര് പോലും അറിയാത്ത എന്താ ഇത്? അനീഷ് എന്തായി കളിക്കുന്നത്? ഷാനവാസ് ലൈൻ കട്ട് കണ്ടില്ലേ? ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ഏഴിന്റെ പണി കിട്ടിയിരിക്കുന്നത് വേറെ ആർക്കുമില്ല, എനിക്കാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ പൊളി താനെ ഗൈസ്, ഇങ്ങനെ സമ്മതിക്കണം.